നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 7/12/2024 നടന്ന LGS എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു കാര്യം പറയാൻ നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ചോദിച്ച 18 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും, അതായത് 21 പദ്ധതികളടക്കം 21 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇതിൽ ചോദിച്ചത്. ഇതിൽ 18 ചോദ്യങ്ങളും ഈ അടുത്തിടെ നടന്ന PSC നടത്തിയ പരീക്ഷകൾ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ തന്നെയാണ് ഈ പേപ്പറിലും ഈ LGS എക്സാമിനും ആവർത്തിച്ചത്. അതുകൊണ്ട് ഈ എല്ലാ പരീക്ഷകളും ഈ സമീപകാലത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതുപോലെ വർക്കൗട്ട് ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും PVQ ചോദ്യം, GK എല്ലാ ചോദ്യങ്ങളും PVQ ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് വരുന്നത് എന്താണ്, എല്ലാ 2024 നടന്ന മുഴുവൻ ചോദ്യ പേപ്പറുകളും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് ആണെന്ന് വിചാരിച്ച് കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്യുന്ന പല കൂട്ടുകാരെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? പ്രതിഭ റായി ആണ് അല്ലേ? 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? പ്രതിഭ റായി ആണ്. ലോക ഫുട്ബോൾ ദിനമെന്നാണ്? മെയ് 25. ലോക ഫുട്ബോൾ ദിനമെന്നാണ്? മെയ് 25 കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ ആണ് കേട്ടോ. 89.45 മീറ്റർ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 89.45. ഇനി യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. എത്രയാണ്? 134. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? അത് ഇന്ദ്ര. ഏതാണ്? ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് കൂട്ടുകാരെ? ഇന്ദ്രയാണ് അല്ലേ? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് ഹർമൻപ്രീത് സിംഗ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ്? ആട്ടം. ഏതാണ്? ആട്ടം. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ആട്ടം. നെക്സ്റ്റ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S സോമനാഥ് അല്ലേ? മലയാളിയായ S സോമനാഥ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണെന്ന് ചോദിച്ചാൽ പറയണം S സോമനാഥ്. നെക്സ്റ്റ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. ഇതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെ അല്ലേ? അപ്പം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലം. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. നെക്സ്റ്റ്, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. എന്താണ്? മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ചാന്ദ്രയാൻ 3 ആണ് അല്ലേ? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചാന്ദ്രയാൻ 3. നിപ രോഗത്തിന് കാരണമായ രോഗാണു എന്ന് ചോദിച്ചാൽ പറയണം അത് വൈറസ് ആണ്. ഏതാണ്? വൈറസ്. നിപ രോഗത്തിന് കാരണമായ രോഗാണു വൈറസ് ആണെങ്കിൽ 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള? നോബലാണ് കേട്ടോ. നോബൽ
നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? അത് COVID-19 വാക്സിൻ. ഇതാണ് COVID-19 വാക്സിൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? അത് റെനിൽ വിക്രംസിൻഹ. ആരാണ്? റെനിൽ വിക്രംസിൻഹ. നെക്സ്റ്റ്, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ വെച്ച് നടന്നു? എറണാകുളം ജില്ല. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ വെച്ചാണ്? എറണാകുളം ജില്ലയിലാണെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ് അല്ലേ. ഇനി ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസ താരം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണിത്. 800. ഏതാണ്? 800 കേട്ടോ. അപ്പം ശ്രീലങ്കൻ ഇതിഹാസ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ ചലച്ചിത്രമാണ് 800. നെക്സ്റ്റ്, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. ഏത്? കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഏത്? കതിർ ആപ്പ്. ഓക്കെ അല്ലേ. അപ്പം പദ്ധതികളടക്കം 21 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ നമ്മുടെ PSC LGS എക്സാം ചോദിച്ചത്. ഇതിലെ 21 ചോദ്യങ്ങളും നമ്മുടെ PSC ട്രിക്സ് നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങളാണ്. അപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ദിവസവും ഇടുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും PVQ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ ബൈ. സീ യു.